മൂന്ന് രണ്ടാളും തമ്മിൽ തെറ്റിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുന്തിട്ട് നിൽക്കണ നേരാണ്. അപ്പോഴാണ് കുട്ടികളെ എന്നുങ്ങാണ്ട് ഉമ്മ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, എനിക്ക് പോകുമ്പോ എന്താ കൊണ്ടുപോകാൻ തരാ, എന്റെ തന്തനോട് ചോദിച്ചു നോക്കുക. ഉമ്മയാണ് ആദ്യമായിട്ട് കുട്ടിക്ക് തന്ത എന്നുള്ള വാക്ക് പറഞ്ഞു കൊടുത്തത്. ഇത് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കും, കുട്ടിക്ക് ആരാണ്? ഉമ്മയും ബാപ്പിയാണ്. ഇത് വളരെ അധികം സഹോദരിമാര് ശ്രദ്ധിക്കണം. എപ്പോഴും ഉമ്മ എപ്പോഴും വാപ്പയെപ്പറ്റി, വാപ്പ എപ്പോഴും ഉമ്മയെപ്പറ്റി വളരെ ബഹുമാനത്തിലേ പറയാവൂ. മക്കളെ, വാപ്പാന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, വാപ്പാനെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, വാപ്പ വരുന്നുണ്ട് ഒക്കെ എടുത്ത് വെച്ചാനും കേട്ടോ. വാപ്പാനെ പറ്റി എപ്പോഴും ഉപ്പയെപ്പറ്റി ബഹുമാനം പറഞ്ഞു കൊടുക്കുക. മക്കളെ ഉമ്മ ചോറ് വെച്ചോ, മക്കളെ ഉമ്മ ചായ കുടിച്ചോ, മക്കളെ ഉമ്മ എവിടേക്ക് പോയി. ഉമ്മാനെ പറ്റി വാപ്പയും വാപ്പാനെ പറ്റി ഉമ്മയും. കുട്ടികൾക്ക് അങ്ങോട്ട് ബഹുമാനം, ഇങ്ങോട്ട് സ്നേഹം, അങ്ങോട്ട് ആദരവ്, ഇങ്ങോട്ട് അനുസരണം. ഇതാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. തന്തനോട് ചോദിച്ചേക്ക്. അപ്പൊ പിന്നെ വാപ്പ ഇങ്ങോട്ട് എന്ത് പറയും? അതിന്റെ മറുപടി നേരെ മറുപടി അമ്മാനോട് ചോദിച്ചു നോക്കിയാൽ അതിന്റെ മറുപടി പിന്നെ നിങ്ങളാ പറഞ്ഞ തന്നെ. ഞാൻ പഞ്ചമ്മാനെ പറ്റി ആകണ്ടേ പറയണേ, ആ തള്ളനോട് ചോദിച്ചു നോക്കിണ്ടേ. അതന്നെ, നിങ്ങൾ രണ്ട് മക്കളെ കെട്ടിച്ച് മൂത്ത മക്കൾ വിരുന്നെന്ന്, മൂത്ത മോള് വിരുന്നപ്പോ ചോദിച്ച മാള് വെച്ചപ്പോഴേ വന്ന്, ഞാൻ ഉച്ച അയക്കണിപ്പ, എന്താ വർത്താനൊക്കെ? നല്ല സുഖാണ്. എപ്പോഴാ എനിക്ക് പോകണ്ടേ? അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ വേഗം പോവുകയാണ്. അൽഹംദുലില്ലാഹ്, എന്താ അതിന്റെ ഒരു സന്തോഷം. രണ്ടാമത്തെ മകള് വന്ന് എപ്പോഴേ മാളുട്ടി എപ്പോഴേ വന്ന്, ഞാൻ ഒരു ഉച്ച അയക്കണേ. എത്ര വർത്താനൊക്കെ സുഖം തന്നെയാണ്. എപ്പോഴാണ് എനിക്ക് പോകണ്ടേ? ആ തള്ള വേണ്ട ചെല്ലാൻ പറഞ്ഞത്. അണ്ട ചിരിച്ചലങ്ങളൊക്കെ വേഗം. ഞാൻ ഈ വയലിൽ വെക്കണ പെണ്ണുങ്ങളോടൊക്കെ ചോദിക്കണത്, ആ തള്ള എന്ന് പറഞ്ഞ ആളാണോ നിങ്ങള്? അവിടെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളാണോ നിങ്ങള്? ആ മക്കളോടൊക്കെ ഞാൻ ചോദിക്കണത്, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മോളാണോ നിങ്ങള്? ആ തള്ള എന്ന് പറഞ്ഞ പെണ്ണാണോ? നമ്മളെ ജീവിതത്തിൽ മാറ്റം നമ്മൾ ഉണ്ടാക്കണം. ഉമ്മു സലമ ബീബിനെ പറ്റി മാത്രം കേട്ടത് കൊണ്ടായില്ല. ഞമ്മക്ക് ഈ മഹാന്മാരെ പറ്റി കേൾക്കുന്നതിനനുസരിച്ച് നമ്മളെ ജീവിതത്തിൽ മാറ്റം വേണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ച് എന്താണ് ഒരു ഭാര്യ, എന്താണ് ഒരു കുടുംബിനി, ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് കല്യാണം കഴിച്ചിരിക്കുന്ന ചെറുപ്പക്കാരി പെൺകുട്ടികളെ നിങ്ങളാ തള്ള എന്ന് പറയലും. ഇതാരാ മോളെ എന്ന് ചോദിച്ചാൽ അതിന്റെ അമ്മായിമ്മയാണ്. കയറ്റം കയറാൻ നിൽക്കണ്ട, അത് വേറെ ആള് പറഞ്ഞോളും. ഇതാരാ മോളെ? ഇതിന്റെ അവിടുത്തമ്മയാണ്. ഇതാരാ? ഇത് ഇവിടുത്തമ്മയാണ്. ഇത് അവിടുത്തമ്മ, ഇത് ഇവിടുത്തമ്മ. എന്ത് രസം ഉണ്ടാവും അത് കേൾക്കാൻ, എന്ത് രസം ഉണ്ടാവും അത് കേൾക്കാൻ. അള്ളാ, ഉമ്മ നിങ്ങൾ ചായ കുടിച്ചമ്മ, ഉമ്മ നിങ്ങൾ ചോറ് വെച്ചമ്മ, രണ്ടു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ എന്ന് വിളിച്ചാൽ ഏത് അമ്മായിമ്മയും പാകത്തിലാവും. അപ്പൊ പ്രിയപ്പെട്ട എന്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ സഹോദരിമാര് കുടുംബത്തിൽ ഐക്യമില്ലെങ്കിൽ കുടിക്കണ വെള്ളത്തിന് സമാധാനം കിട്ടൂല. ഇളച്ചിയും മൂത്തച്ചിയും തമ്മിൽ ഒക്കണില്ല, നാത്തൂനും തമ്മിൽ ഒക്കണില്ല. ഒരു പാത്രത്തിലുണ്ടാക്കിയ കഞ്ഞിയും ചോറൊക്കെ അപ്പുറം കുടിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. കുടിക്കുന്ന വെള്ളത്തിനൊരു രസമില്ല, കുടിക്കുന്ന വെള്ളത്തിനൊരു സമാധാനമില്ല. ഇങ്ങനെ എന്തിനാണ് നമ്മളെ കുടുംബം നിരകി കഴിയേണ്ട കാര്യമെന്താ?